അതിലെ വരാൻ കഴിഞ്ഞോ നിങ്ങൾ? ഞാൻ പിടിക്കും ആരായാലും പിടിക്കും. നിങ്ങൾ അതിലെ വരൂല, കാർക്കെട്ട് കൊടുക്കും. നിങ്ങൾ അതിലെ വരൂല, ഈ പതിയോ ആകണ്ട. അങ്ങനെ നമ്മുടെ വൈറൽ അമ്മച്ചി ഒടുവിൽ എയറിലായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഏത് അമ്മച്ചിയെ കുറിച്ചാണ് ഞാൻ പറയണത് എന്നുള്ളത് ആർക്ക് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ. പ്രഭാവതി അമ്മയെ അറിയാത്തവരായി ആരാണ് ഉണ്ടാവുക? സോഷ്യൽ മീഡിയയിൽ വൈറൽ താരമാണ് ഇപ്പൊ ഈ അമ്മച്ചി. കഴിഞ്ഞ ദിവസം ട്രാഫിക് ബ്ലോക്ക് വെട്ടിക്കാൻ വേണ്ടി ഫുട്പാത്തിലേക്ക് സ്കൂട്ടർ കയറ്റിയ ആളെ തടഞ്ഞു നിർത്തി റോഡിലേക്ക് തന്നെ ഇറക്കി വിട്ടതോടെയാണ് അമ്മച്ചി വൈറലാവുന്നത്. കുറഞ്ഞ സമയം കൊണ്ട് തന്നെ 3.5 കോടി ആളുകളാണ് ആ വീഡിയോ കണ്ടത്. ഞാൻ വേണമെങ്കിൽ ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം. സംഭവം ഈ വീഡിയോ കണ്ടതോടെ എല്ലാവരും പ്രഭാവതി അമ്മയെ അഭിനന്ദിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തു. പാൻ ഇന്ത്യൻ റീച്ചാണ് ഈ വീഡിയോ വഴി അമ്മച്ചിക്ക് കിട്ടിയത്. ഇന്ത്യയിലെ പ്രമുഖ മാധ്യമങ്ങളൊക്കെ ഈ സംഭവം വാർത്തയാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ വയസ്സാകാലത്ത് നനച്ചിരിക്കാതെ നമ്മുടെ പ്രഭാവതി അമ്മ കേരങ്ങി ഇടിമിന്നൽ വൈറലായി. അതിനിടയിൽ MVD വീട്ടിൽ വന്ന് അമ്മച്ചിയെ ആദരിച്ചു. ആ വീഡിയോ ഒന്ന് കണ്ടോക്കാം. ഉണ്ടാവണം. ഞാൻ നമ്പറൊന്നും നോട്ട് ചെയ്തില്ല, എനിക്ക് കിട്ടാൻ പറ്റിയിട്ടില്ല. ഇല്ല, എൻ്റെ ഫോണ് വളരെ മോശമാണ്. കണ്ട ആളെ വിളിച്ചെടുക്കുന്നുണ്ട്. അമ്മച്ചിയിലൊക്കെ ഒരു റേഞ്ച് നോക്കണേ. കഴിഞ്ഞിട്ടില്ല, ഇതിനിടയിൽ കൂടെ നമ്മുടെ ഗതാഗത മന്ത്രി ഗണേഷ് കുമാറും അമ്മച്ചിയെ അഭിനന്ദിച്ചു. ആ വീഡിയോ കണ്ടോക്കാം. നിങ്ങൾ ഫൈൻ അടിച്ചാൽ സർക്കാർ ഫണ്ടല്ലേ ആവുള്ളൂ, നമുക്ക് ആക്ഷൻ വേണ്ടത്. ഞാൻ പറഞ്ഞത് സാർ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. അതെ, പറയാം സാർ. ഇതിൽ എന്തെങ്കിലും ഒരു ശാശ്വത പരിഹാരം കാണണം, അതാണ് നമുക്ക് ആവശ്യം. കാരണം ഫുട്പാത്തിലൂടെ നടന്നു പോകാനുള്ളതാണ്, ട്രാഫിക് ജാം ഉണ്ട്, ഇതൊക്കെ നമുക്കറിയാം. പക്ഷേ കാൽനട യാത്രക്കാരെന്നവരുടെ ഹോസ്പിറ്റലുണ്ട്, കോഴിക്കോട് ഡിസ്ട്രിക്ട് സാറിൻ്റെ ആശുപത്രി എന്ന് പറയുന്നത് ഇതിൻ്റെ അടുത്താണ്, എൻ്റെ ഈ ബൈപ്പാസിലാണ്. അപ്പോൾ അവിടേക്ക് പോകുന്ന ഒരുപാട് രോഗികൾ, ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫീസുകളൊക്കെ ഉണ്ട്. അവിടേക്ക് പോകുന്ന കുട്ടികളും പഠിക്കാൻ പോകുന്ന കുട്ടികളും ഇവർ വളരെ ദാർഷ്ട്യത്തോടു കൂടിയാണ് വണ്ടി ഓടിക്കുന്നത്. കാരണം മാറി നിൽക്കുക, അല്ലെങ്കിൽ ഹോൺ അടിച്ച് നമ്മളെ ശല്യപ്പെടുത്തുക, നമ്മൾ തെറ്റിത്തിരിഞ്ഞ് നോക്കുക, ഈ നടപ്പാതകൾ മുഴുവനും ഇതിൻ്റെ ടൈൽസ് മുഴുവൻ ഇളകിപ്പോയിട്ട് അത് തടഞ്ഞു വീഴുക, ഇതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആരും പ്രതികരിക്കുന്നില്ല എന്നുള്ളതൊരു വസ്തുതയുണ്ട്. പക്ഷെ അത് നമുക്ക് വിട്ടുകളയാം. പക്ഷെ പ്രതികരിക്കുന്നവരോട് പിന്നെ ഈ സർക്കാരും അധികാരികളും ഒന്ന് അത് കണ്ടറിയണം എന്ന് മാത്രം, അതിനൊരു അവസരം ഉപയോഗപ്പെടുത്തട്ടെ. സാറ് അതിനുവേണ്ടി ശ്രമിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിന് ശാശ്വത പരിഹാരം ഉണ്ടാവണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ സാർ. തീർച്ചയായിട്ടും ഫുട്പാത്തിൽ വണ്ടി കയറ്റുന്നവരോട് നടപടിയെടുത്ത് ഞാനിത് പബ്ലിക്കിന് വേണ്ടി അമ്മ ഒരു ആപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ആപ്പിലൂടെ തന്നെ പരാതി അയച്ചു കഴിഞ്ഞാൽ അത് അങ്ങ് ഡൽഹിയിലാണ് പോകുന്നത്, ഫൈൻ അടിച്ചു വരും. അവിടെ നിന്ന് ഫൈൻ അടിച്ചു വരികയുള്ളൂ. അത്തരത്തിലുള്ള ഒരു ആപ്പ് തയ്യാറാക്കിയിട്ട് അത് എല്ലാവരും ഉപയോഗിക്കണം. നമുക്ക് സർക്കാർ ഫണ്ടല്ലേ ആവുള്ളൂ, സർക്കാർ ഫണ്ടല്ലേ ആവുള്ളൂ, ഇതൊരു ആക്ഷൻ ആവൂലല്ലോ. നിങ്ങൾ ഫൈൻ അടിച്ചാൽ സർക്കാർ ഫണ്ടല്ലേ ആവുള്ളൂ, നമുക്ക് ആക്ഷൻ വേണ്ടത്. ഞാൻ പറഞ്ഞത് ഉദ്യോഗസ്ഥന്മാരെ നിർത്തി ഇത്ര സ്ഥലങ്ങൾ അമ്മയെ തന്നെ നമുക്കൊരു ട്രോളാക്കിയിട്ടൊരു പോസിറ്റീവായി ട്രോളാക്കി നമുക്കൊരു ക്യാമ്പയിൻ ആരംഭിക്കാം മിനിസ്റ്റർ. താങ്ക് യു. തീർച്ചയായിട്ടും താങ്ക് യു മിനിസ്റ്റർ. താങ്ക് യു. അമ്മയെ നമുക്കൊന്ന് ബ്രാൻഡ് അംബാസിഡർ ആക്കിയല്ലോ എന്നാണ് ചില ആളുകൾ ചോദിക്കുന്നത്. ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, നല്ലൊരു പ്രതികരണമായിരുന്നു. പൗരന്മാരിങ്ങനെ ആകണം. അതെ, കറക്റ്റ്. താങ്ക് യു മിനിസ്റ്റർ. താങ്ക് യു. എന്താ പറയലേ, അമ്മച്ചിയുടെ ടൈം ബെസ്റ്റ് ടൈമാണ്. എന്തായാലും എല്ലാം കൊണ്ട് അങ്ങനെ അടിപൊളിയായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അമ്മച്ചി വീണ്ടും ഫുട്പാത്തിലേക്ക് ഇറങ്ങുന്നത്. നിയമം തെറ്റിച്ച് ഫുട്പാത്തിലേക്ക് ഇറങ്ങുന്ന പല ബൈക്ക് യാത്രികന്മാരെയും അമ്മ പിടിക്കുകയും ചെയ്തു. അതിന് ചില വീഡിയോ ക്ലിപ്സ് നമുക്കൊന്ന് കണ്ടോക്കാം. അതിലെ വരാൻ കഴിഞ്ഞോ നിങ്ങൾ? ഞാൻ പിടിക്കും ആരായാലും പിടിക്കും. നിങ്ങൾ അതിലെ വരൂല, കാർക്കെട്ട് കൊടുക്കും. നിങ്ങൾ അതിലെ വരൂല, ഈ പതിയോ ആകണ്ട. ഞാനും കൂടെ വെച്ചു. ഇനി പോരുണ്ടവർ എന്തിനാണ് വേണ്ടാത്ത പഠിക്കുന്നത്? ലൈസൻസ് ഒക്കെ പോയിട്ട് തിരിക്കാം. അവിടെ നിന്ന് ഫോൺ ചെയ്യാം, അവർ കുറച്ചിട്ട് പോലും അല്ല
എന്താ പറയുന്നത്? അല്ലല്ല, അറിയാവുന്നല്ല. അമ്മച്ചി അങ്ങ് കസറുവാണല്ലേ, ഇതിലൂടെ പോവില്ലെന്ന് പറഞ്ഞ് നീ പോവില്ല. ഈ പ്രഭാവതയും അവിടെ നിൽക്കുമ്പോ ഒരുത്തനും ഇവിടുത്തെ നിയമം തെറ്റിച്ച് പോവില്ല. സംഭവം എന്തായാലും കലക്കി. അമ്മച്ചി ചെയ്യുന്നത് നല്ല കാര്യം തന്നെയാണ്, അതിലൊന്നും യാതൊരു തർക്കവുമില്ല. സംഭവം പോലീസ് ചെയ്യേണ്ട പണിയാണ്. ഇങ്ങനെയുള്ള നിയമലംഘനങ്ങൾ കാണുമ്പോൾ ജനങ്ങളും ഇടപെടണമെന്ന് ഗതാഗത മന്ത്രി പറയുമ്പോൾ ഈ അമ്മച്ചി ഇവിടെ ചെയ്തതിൽ ഞാനൊരു തെറ്റും കാണുന്നില്ല. ഇവിടെ 100% തെറ്റുള്ളത് ബൈക്ക് കൊണ്ട് ഫുട്പാത്തിലേക്ക് കയറിയവരുടെ ഭാഗത്ത് തന്നെയാണ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആദ്യമായി അമ്മച്ചി ബൈക്ക് തടഞ്ഞപ്പോൾ അതൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു. അമ്മച്ചി ആ വഴി പോയപ്പോൾ ഒരുത്തൻ ഫുട്പാത്തിലേക്ക് വണ്ടി കണ്ടു, അമ്മച്ചി അത് കണ്ടു, അത് തടഞ്ഞു. അതിനൊരു നാച്ചുറാലിറ്റി ഉണ്ടായിരുന്നു. ഇത്തവണ പക്ഷെ ആ ഒരു സ്വാഭാവികത നഷ്ടപ്പെട്ടു. എല്ലാവരെയും കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന പോലെയായി. അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയത്. എന്ത് കാര്യമാണെങ്കിലും നമ്മൾ ഓവറാക്കി കഴിഞ്ഞാൽ അതിന്റെ വില പോകും, അരോചകമായി മാറും. അതാണ് ഇവിടെയും സംഭവിച്ചത്. ഓവറാക്കി ചളമാക്കൽ എന്നാണ് ഇത് കണ്ട ആളുകൾ അമ്മച്ചിയോട് പറയുന്നത്. ഇന്നലെ വരെ സോഷ്യൽ മീഡിയയിൽ ഒരു ഹീറോ ആയിരുന്ന അമ്മച്ചി ഇപ്പൊ ഒരു ട്രോൾ മെറ്റീരിയൽ ആയി മാറി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പിന്നെ അമ്മച്ചി ഇങ്ങനെ ഏറി കയറ്റാൻ ഇവിടുത്തെ മാധ്യമങ്ങളും പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് കേട്ടോ. മാധ്യമങ്ങൾ എല്ലാവരും കൂടിയാണ് ഈ അമ്മച്ചിയെ മോട്ടറാക്കി വിട്ട് ഒടുവിൽ ഏറി കയറ്റിയതെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പിന്നെ ഒരു കാര്യം പറയാതെ വയ്യ, ഇങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ട് ലോകം മുഴുവനും അത് കണ്ടതാണ്. ഫുട്പാത്തിലൂടെ വണ്ടി കയറ്റിയതും അമ്മച്ചി അത് തടഞ്ഞതും ഇനി ആരും ഇങ്ങനെയുള്ള നിയമലംഘനങ്ങൾ നടത്തരുത് എന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ നടത്തുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. എന്നിട്ടും അതിലൂടെ തന്നെ വീണ്ടും വണ്ടി കയറ്റി പോകുന്നവന്മാരോടൊക്കെ സത്യം പറഞ്ഞാൽ എന്താ പറയണമെന്നുള്ള എനിക്കറിയില്ല. എല്ലാത്തിനും ഒരു നടുവിരൽ നമസ്കാരം തരാം ഞാൻ, അല്ലാതെ ഇപ്പൊ എന്താ പറയാ. പിന്നെ നമ്മുടെ എംപിയുടെ അമ്മച്ചിയെ വീട്ടിൽ പോയി അനുമോദിച്ചതൊക്കെ ഓക്കെ, നല്ല കാര്യം. പക്ഷെ അത് മാത്രമാണോ ചെയ്യേണ്ടത്? വീണ്ടും അതേ സ്ഥലത്ത് തന്നെ നിയമലംഘനം നടക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ഒരു പോലീസുകാരൻ അവിടെ നിയമിച്ചൂടെ? അല്ലെങ്കിൽ ഒരു ക്യാമറ അവിടെ വെച്ചൂടെ? അല്ല, നിങ്ങൾ എന്താണ് വിചാരിച്ചു വെച്ചേക്കുന്നത്? അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇനി കാലാകാലം അമ്മച്ചി തന്നെ നോക്കിക്കോളുമെന്നാണോ? പ്രഭാവതി അമ്മയെ അവിടുത്തെ ട്രാഫിക് പോലീസായി നിങ്ങൾ നിയമിച്ചോ? അല്ല, അറിയാത്തോണ്ട് ചോദിക്കുകയാണ്. ആ അമ്മക്ക് അവിടെ വീണ്ടും വണ്ടി പോയി തടയേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാത്രം പോരായ്മയാണ്. അതെങ്കിലും ഒന്ന് മനസ്സിലാക്കി. വല്ലാത്തൊരു അവസ്ഥ തന്നെ ഇഷ്ടം. എന്നാ പിന്നെ ഇനി അങ്ങോട്ട് ജനങ്ങൾ നിയമപാലകരായിക്കോട്ടെ, എന്നാ പിന്നെ കാണാൻ പൂരം. ഇനി അത് അങ്ങോട്ട് ഒരു ട്രെൻഡായി മാറും. സംഭവം നല്ലതാണ്, പക്ഷെ എല്ലാവരും ഒരേപോലെ ആവണമെന്നില്ല. പൊട്ടി ഒലിക്കുന്ന ഈഗോയും കൊണ്ട് നടക്കുന്ന മനുഷ്യന്മാരുള്ള നാടാണ്. പോലീസ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അവർ പേടി കൊണ്ട് തിരിച്ചൊന്നും പറയാതെ അനുസരിക്കും. പക്ഷെ പോലീസിന്റെ പണി പ്രഭാവതി അമ്മയെ പോലുള്ള ഏതെങ്കിലും ഒരു സാധാരണക്കാരാണ് ഏറ്റെടുക്കുന്നതെങ്കിൽ ഇത്തരക്കാർ പെട്ടെന്ന് അത് അനുസരിച്ചൊന്നും വരില്ല. അത് പിന്നെ തർക്കമായി അടിയായി ആകെ അലമ്പാവാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട്. നിയമവും നിയമപാലനവും ഒക്കെ അതിന്റേതായ പ്രോപ്പർ ചാനലിലൂടെ പോകുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. പൊതുജനത്തിന് ചെയ്യാനുള്ളത് നിയമം പാലിക്കുക എന്നുള്ളതാണ്. ഓരോ വ്യക്തിയും സ്വയം നിയമം പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക, അതാണ് ശരിക്കും വേണ്ടത്. എന്തായാലും മെഗാമാസ് വൈറലായി പോയിക്കൊണ്ടിരുന്ന താൻ ഒറ്റ ദിവസം കൊണ്ട് എയർലായി എന്ന് അറിഞ്ഞ അമ്മച്ചി അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതും കൂടി കണ്ട് നമുക്ക് നിർത്താം. അമ്മ ഇപ്പൊ വണ്ടി തടഞ്ഞ വീഡിയോ അങ്ങ് വൈറലായല്ലോ. അതിന്റെ പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. ഇപ്പൊ അടുത്തിടായിട്ട് ഫുള്ള് നെഗറ്റീവാ വരുന്നത്. അതിനെ കുറിച്ച് നമുക്ക് എന്താ പറയാനുള്ളത്? അതിപ്പോ നമ്മള് നെഗറ്റീവും പോസിറ്റീവും എന്നൊക്കെ പറയുന്നത് നമ്മൾ ഇംഗ്ലീഷ് ഭാഷ. അതിന് നാടനൊരു ചൊല്ലുണ്ട്, അമ്മനെ തല്ലിയാലും ചന്തയിൽ ചെന്നാൽ രണ്ടിന്റെ പക്ഷം എന്ന് പറയുന്നത് അല്ലേ. അമ്മ തല്ലിയത് ശരിയായെന്നും പറയും, തല്ലിയത് ശരിയായില്ല എന്നും പറയും. ഞാൻ ആ തരത്തിൽ അത് കണക്കൂട്ടുന്നുള്ളൂ. പക്ഷെ ഞാനിത് ഒരു വൈറലാവാനോ അല്ല ഞാൻ വൈറൽ താരാവാനോ വേണ്ടി ഒന്നും ചെയ്തതല്ല. ഞാനിത് ഇവിടെ ഈ സംഭവം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പ്രതികരിക്കേണ്ടതാണെന്ന് തോന്നിയത് കൊണ്ട്, അത് ശരിയല്ല എന്ന് തോന്നിയത് കൊണ്ടും, അധികാരികൾ ശ്രദ്ധയിൽപ്പെടുകപ്പെടില്ല എന്നൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ അതിനകത്ത് അന്നേരം പ്രതികരിക്കാറുണ്ട്. ഇപ്പോൾ അത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെട്ടു എന്നുള്ളതുകൊണ്ട് സന്തോഷമുണ്ട്. ഇതാ നിങ്ങൾ ഇന്നത്തെ മാതൃക പത്രത്തിൽ എടുത്തു നോക്കൂ, ഇത്രയും പെൺകുട്ടികൾ ഇതിനോട് പ്രതികരിച്ചു. അപ്പോൾ ഒരുപാട് കുട്ടികൾ ഇതിനെ ഞാൻ പറഞ്ഞത് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് ഇവിടെ, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, ഓഫീസ് ഉണ്ട്. അതേപോലെ തന്നെ 3 സെയിൽ ടാക്സിന്റെ ഓഫീസ് ഉണ്ട്, വനിതാ കോർപ്പറേഷന്റെ ഓഫീസ് ഉണ്ട്, അല്ലാതെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അവിടെയൊക്കെ പെൺകുട്ടികളും അവിടൊക്കെ എന്നെ വൈകുന്നേരം വന്ന് ഷെയ്ക്കേണ്ടി ഇത് പോയി. ഇപ്പോൾ ഇതിന്റെ മുമ്പ് എന്നെ കണ്ടവരൊക്കെ ഇത് അപ്പോഴത്തെ ഓടുകൂടെ ഞാൻ രാവിലെ പത്രം വാങ്ങാൻ പോയപ്പോഴും ഓട്ടോക്കാരൻ വരെ സെൽഫി എടുത്തു. ഒരു ചെറുപ്പക്കാരൻ എടുത്ത് നിന്നിട്ട് നടന്നു പോകുന്നവരെന്നെ നിങ്ങൾ ചെയ്തത് നല്ലൊരു കാര്യമാണ്. നെഗറ്റീവിനെ സംബന്ധിച്ച് നമ്മൾ അത് ഉണ്ടാവുമല്ലോ. കാരണം ഇപ്പൊ അവന്റെ ലൈസൻസ് റദ്ദ് ചെയ്തതിന് അതിനൊരു കാരണക്കാരി ഞാനായിപ്പോയി എന്നതുകൊണ്ട് എന്നെ വേണ്ട എല്ലാ തെറിയും വിളിച്ചു പറയാം. അതായിക്കോട്ടെ, അത് അവരെ ഉത്തരവാദിത്തം. അല്ലെങ്കിൽ നമ്മളെ ഉത്തരവാദിത്തം വഹിക്കാം. ഗവൺമെന്റ് ചെയ്യേണ്ടത് ഗവൺമെന്റ് ഇനിയെങ്കിലും കണ്ടു തുറന്നുണ്ടെങ്കിൽ ചെയ്യണം. കാരണം ഞാൻ അതിന്റെ ബാക്കി രാഷ്ട്രീയ വശത്തിലേക്ക് ഒന്നും പോകുന്നില്ല. ഇത് ആർക്കും ഇനി ഈ റോഡ് വാഹനത്തിനുള്ളതും ഫുട്പാത്ത് കാൽനടയാത്രക്കാരനുള്ളതുമാണെന്നുള്ള വേർതിരിവും ബോധവും ഒന്നാമത് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവണം. അത് ചോദ്യം ചെയ്യാനുള്ള ഇതുണ്ടാവണം. അത് ഏറ്റെടുക്കാൻ ഗവൺമെന്റ് ഉണ്ടാവണം. അങ്ങനെയാണ് ഞാൻ കരുതുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്തായാലും അമ്മച്ചി കൊള്ളാം. വൈറലായാലും എയറിലായാലും എനിക്ക് കുഴപ്പമില്ല. ഈ നിയമലംഘനത്തെ അധികൃതർ സീരിയസ് ആയി തന്നെ നോക്കിക്കൊണ്ട് അതിന് വേണ്ട നിയമ നടപടികൾ സ്വീകരിക്കണം എന്ന നിലപാട് മാത്രമേ അമ്മച്ചിക്കുള്ളൂ. അതായത് അമ്മച്ചിയുടേത് വെറും ഷോ മാത്രമല്ല, ആത്മാർത്ഥതയുണ്ട് എന്നർത്ഥം. അപ്പൊ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ സംഗതിക്ക് കൊള്ളാം, അമ്മച്ചി പുലിയാണ്, അതിലൊന്നും ആർക്കും തർക്കമില്ല. പക്ഷേ ഈ കാണുന്ന നമ്മുടെ മാധ്യമങ്ങളും കൂടി ഈ അമ്മച്ചി ഇങ്ങനെ പുകയ്ത്തി ആകാശത്ത് കയറ്റണമായിരുന്നോ എന്നൊരു സംശയം ബാക്കിയാണ്. വേറൊന്നും കൊണ്ടല്ല, ആകാശത്ത് കയറ്റിയവർ തന്നെ അതിന്റെ ഡബിൾ സ്പീഡിലാണ് അമ്മച്ചിയെ കാലേ വാരി
നിരത്തടിച്ചത്. അത് പിന്നെ മലയാളികൾ പണ്ടേ എങ്ങനെയാണല്ലോ. എന്തായാലും ആദ്യത്തെ ആ വീഡിയോയിൽ കണ്ട നാച്ചുറൽ മാസ് രണ്ടാമത്തെയും മൂന്നാമത്തെയും തവണ വന്നപ്പോൾ ഒരു തരം ഷോ ആയി മാറിപ്പോയി എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷെ അതിന് അമ്മച്ചിയെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ചുറ്റും കൂടി നിന്ന് പ്രോത്സാഹിപ്പിച്ചവരും ക്യാമറയും പിടിച്ച് പിന്നാലെ കൂടിയവരുമെല്ലാം ഇതിന് ഉത്തരവാദികളാണ്. എന്നാലും ഇവിടുത്തെ നിയമം നടപ്പിലാക്കാൻ അമ്മച്ചിമാരും അപ്പൂപ്പന്മാരും ഒക്കെ റോഡിൽ ഇറങ്ങേണ്ട അവസ്ഥ വരിക എന്ന് പറഞ്ഞാൽ എന്താണ് അവസ്ഥ? ഇത് നമ്മുടെ സിസ്റ്റത്തിന് പരാജയമല്ലേ? MVDയും പോലീസും വെറും അഭിനന്ദനത്തിൽ മാത്രം ഒതുക്കാതെ അവിടെ വല്ല ക്യാമറയോ അല്ലെങ്കിൽ ഒരു പോലീസുകാരനോ കിട്ടിയിരുന്നെങ്കിൽ വീണ്ടും ഈ അമ്മച്ചിക്ക് വെയിലത്തിറങ്ങി വണ്ടി തേടേണ്ടി വരുമായിരുന്നു? ഇല്ലല്ലോ. പിന്നെ വണ്ടി ഓടിക്കുന്നവന്മാരോട് ഒരു ഒറ്റ കാര്യമേ പറയാനുള്ളൂ, ഈ അമ്മച്ചി വന്ന് തടഞ്ഞാലും നിങ്ങൾ നിയമം പാലിക്കുന്നൊക്കെ പറഞ്ഞാൽ എന്ത് കഷ്ടമാണ് ഭായ്. സ്വയം ഒരു ബോധം ഉണ്ടാവണം. ഫുട്പാത്ത് നടക്കാനുള്ളതാണ്, അല്ലാതെ വണ്ടി ഓടിക്കാനുള്ളതല്ല എന്ന് ആർക്കും പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. എന്തായാലും അമ്മച്ചി പേരിലാണ്. ട്രോളുകൾ വരുന്നുണ്ട്, വിമർശനങ്ങൾ വരുന്നുണ്ട്. പക്ഷെ ഒന്ന് ഓർക്കുക, അമ്മച്ചി അവിടെ ചെയ്തത് നല്ലൊരു കാര്യം തന്നെയാണ്. അത് ആ അമ്മച്ചിയുടെ ഉത്തരവാദിത്തമായിരുന്നില്ല, മറിച്ച് എല്ലാവരുടെയും കടമയായി. നിയമം അതിന്റെ വഴിക്ക് പോകട്ടെ. പക്ഷെ ആവേശത്തിന് പുറത്ത് അതൊരു സ്ഥിരം പരിപാടിയാക്കി മാറ്റാൻ നിന്നാൽ സംഗതി കൈവിട്ടു പോകും. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അമ്മച്ചി ചെയ്തത് കുറച്ച് ഓവറായി പോയി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക് വീണ്ടും കാണാം.